ജീവൻ നടുക്കിയ പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ചെന്താമരയ്ക്കെതിരെ ഭാരതീയ ന്യായ സംഹിത BNS 103(1), 1262 എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഒന്നും പറയാനില്ലെന്നും തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ എന്നുമായിരുന്നു കോടതി മുറിയിൽ ചെന്താമരയുടെ മറുപടി. പ്രതി കുറ്റക്കാരനാണെന്ന കോടതി വിധി പുറത്തു വന്നതിന് പിന്നാലെ ചെന്താമരയ്ക്ക് നിയമം നൽകുന്ന പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്നാണ് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളായ അഖിലയും അതുല്യയും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അയാൾക്ക് തൂക്കുകയർ തന്നെ കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അയാൾ നല്ലതുപോലെ വേദനപ്പെട്ട് മരിക്കണമെന്നും ചെയ്ത ക്രൂരതയ്ക്ക് അനുയോജ്യമായ ശിക്ഷയായിരിക്കണമെന്നും അയാൾക്കൊന്നിനെയും പേടിയില്ലെന്നും അവർ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെയും അച്ഛനെയും മുത്തശ്ശിയെയും എല്ലാവരെയും നഷ്ടപ്പെട്ടെന്നും തങ്ങളെയും അയാൾ ഇല്ലാതാക്കുമെന്നുമുള്ള പേടിയുണ്ടെന്നും എങ്ങോട്ട് പോകണമെന്നറിയില്ലെന്നും മക്കൾ വിതുമ്പി പറഞ്ഞു. 2019 പോത്തുണ്ടി സ്വദേശിയും സുധാകരന്റെ ഭാര്യയുമായ സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കൂടിയാണ് ചെന്താമര. ഈ കേസിൽ 2022 ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചാണ് പോത്തുണ്ടിയിൽ താമസിച്ചത്. തുടർന്നാണ് 2025 ജനുവരി 27 അയൽവാസിയായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ ഇരട്ട കൊലപാതകത്തിന് പിന്നാലെ ഫെബ്രുവരി 18 പ്രതിയുടെ ആദ്യ കേസിലെ ജാമ്യം കോടതി റദ്ദാക്കി. കൊലപാതകത്തിന് ശേഷം മലയിടുക്കുകളിൽ ഒളിവിൽ പോയ പ്രതിക്കായി പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ 2 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിൽ ജനുവരി 28 രാത്രി 11 മണിയോടെ പോത്തുണ്ടി മാട്ടായി വനമേഖലയിൽ നിന്നാണ് ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഫെബ്രുവരി 5 കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വാങ്ങിയ എലവഞ്ചേരിയിൽ പ്രതിയെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മാർച്ച് 3 കേസിൽ സാക്ഷികളുടെ രഹസ്യമൊഴി ചിറ്റൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖപ്പെടുത്തുകയും മാർച്ച് 25 കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. 132 സാക്ഷികളും 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും അടങ്ങുന്ന 480 പേജുള്ള കുറ്റപത്രമാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. ഫെബ്രുവരി 23 മുതൽ മെയ് 6 വരെ നീണ്ടുനിന്ന വിചാരണയിൽ 132 സാക്ഷികളിൽ 4 പേർ കൂറുമാറി. സുധാകരനും അമ്മ ലക്ഷ്മിയും കൊല്ലപ്പെട്ട് 1.5 വർഷം തികയുമ്പോഴാണ് കേരളം ഉറ്റുനോക്കിയ കേസിൽ നിർണായക വിധി വന്നത്. പ്രതിക്കുള്ള ശിക്ഷാവിധി കോടതി പിന്നീട് പ്രസ്താവിക്കും.